നമസ്കാരം, വെൽക്കം മൈ ചാനൽ. ഇന്ന് പറയാൻ പോണത് കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവായിട്ടുള്ള മാച്ച് റിവ്യൂ ആണ് പറയാൻ പോണത്. ഇന്നത്തെ പ്ലെയിൻ ലെവലിൽ കുറേ ചേഞ്ചസ് വരുത്തിയാണ് കോച്ച് ഇറക്കിയിട്ടുള്ളത്. രാഹുൽ KP ഉണ്ടായിരുന്നു, ഹോമി ബാബിനെ റൈറ്റ് റിങ്ങിലോട്ട് കയറ്റിയായിരുന്നു. അതുപോലെ പ്രീതം കോട്ട ലെവലിൽ വന്നായിരുന്നു മില്ലോസിൻ്റെ കൂടെ. അതുപോലെ നഹോജ സിംഗ്, അത് ബിപിൻ മോഹൻ, ഫെഡ്രി, ലൂണ, നോഹ, ജിമിനസ്. അങ്ങനെ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് തരാൻ പറ്റിയിട്ടില്ല. ആ ഒരു തോൽവി ഇന്ന് കഴിഞ്ഞ കളി ചെന്നൈ SC ജയിച്ചെങ്കിലും 3-0 ജയിച്ചായിരുന്നെങ്കിലും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ കളി ജയിക്കുമെന്ന്. ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തന്നില്ല. പ്ലെയർ റിവ്യൂ ആണ് ഇപ്പോൾ പറയാൻ പോണത്. സച്ചിൻ സുരേഷ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ ഒരു ഡീസൻ്റ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചെങ്കിലും ഈ കളിയിൽ എത്ര ഒരു ഇമ്പാക്റ്റ് വന്നില്ല. ആ ഒരു സില്ലി എററാണ്, ഒരു ഗോള് വഴങ്ങിയായിരുന്നു. അതുപോലെ കുറേ 3-4 സേവുകളുണ്ടായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിൽ നല്ല മികച്ച കളിയായിരുന്നു സച്ചിൻ സുരേഷ് കളിച്ചത്. അതുകൂടാതെ ഹോമിപ്പാം ഇന്നും ഒരു റൈറ്റ് വിങ്ങിലാണ്, ഫ്രീ റോളിലാണ് കോച്ച് കൊടുത്തത്. അത്ര ഇമ്പാക്റ്റ് തരാനും പറ്റിയില്ല ഹോമിപ്പാമിന്. അതുകൊണ്ടാണ് പിന്നെ ഒരു ചേഞ്ചസുകൾ വന്നതും. ചേഞ്ചസ് വന്നിട്ടും ഒരു മാറ്റങ്ങളില്ല. പ്രീതംകോട്ട മാറ്റിയിട്ട് സന്ദീപ് വന്നും. പ്രീതംകോട്ടയിലൊരു ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചതും. അതുപോലെ മില്ലോസും അതുപോലെ ഡീസൻറ്റ് പെർഫോമൻസാണ് കാഴ്ചവെച്ചതും. നഹോജ അതുപോലെ ഡീസൻറ്റ് പെർഫോമൻസാണ് കാഴ്ചവെച്ചതും. അതുപോലെ ബിപിൻ മോഹനും ഒരു നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. മിഡ് കൺട്രോൾ ചെയ്തതും ഇടയ്ക്കിടയ്ക്ക് മിസ് വന്നാലും അത് റിക്കവറായി എടുക്കുന്നുണ്ട് ആ ബോൾ. അതുപോലെ ഫെഡ്രി എന്ന ഒരു അത്ര ഒരു ഇമ്പാക്റ്റ് തരുന്നില്ല കേരളത്തിന്. കളിയിൽ എത്ര ഒരു ഇമ്പാക്റ്റ് പറഞ്ഞില്ല. ഫൗളാണ് കൂടുതൽ. ഇപ്പോഴും ഇന്നത്തെ കളി കൂടുതൽ ഫൗൾ ചെയ്തതും ഒരു കാർഡ് മേടിച്ച് ആ കാർഡ് മേടിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതും അങ്ങനെ അതായിരുന്നു. അടുത്ത് പറയാൻ പോണത് രാഹുൽ KP ആണ്. രാഹുൽ KP അത്ര ഇമ്പാക്റ്റ് തരാത്തതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കോച്ച്. കോറോ സിംഗിനെ ഉണ്ട്. കോറോ സിംഗ് നല്ലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു തന്നത്. ഫസ്റ്റ് ഹാഫിൽ കോറോ സിംഗ് വന്നിരുന്നെങ്കിൽ നല്ലൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. ഒരു ഗോള് കയറാൻ ചാൻസ് കൂടുതലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. അതുപോലെ അടുത്ത് ലൂണ ഒരു ഡീസൻറ്റ് പ്രകടനമാണ് കഴിഞ്ഞ കളി കളിച്ച പോലെ ഡീസൻറ്റ് പ്രകടനമാണ് കാഴ്ചവെച്ചതും. അടുത്ത് പറയുന്നത് നോഹ ഗോള് കുറേ ക്രോസ് കൊടുത്തെങ്കിലും ഗോള് മാത്രം നമുക്ക് വന്നില്ല. കഴിഞ്ഞ പോലെ കുറേ ത്രിബിളിങ് ഉണ്ടായിരുന്നു. ബോക്സിൻ്റെ അകത്ത് കയറി ക്രോസ് ഒന്നും പാസിങ് ആക്യുറസി എല്ലാം കുറവായിരുന്നു. ഒരു ഡീസൻറ്റ് പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അടുത്ത് ജിമിനസിന് ഭയങ്കര മാർക്കിംഗ് ആയിരുന്നു ഗോവൻ ഡിഫൻഡ്. അപ്പം ജിമിനസിനെ അനങ്ങാൻ സമ്മതിച്ചില്ല. അത് കാരണമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാരണം. സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ശേഷം പിന്നീട് അടുത്ത് പെപ്പർ വന്നപ്പോൾ ഒരു അറ്റാക്ക് തുടങ്ങി. ആ സെക്കൻഡ് ഒരു 80 മിനിറ്റ് തൊട്ട് നല്ലൊരു അറ്റാക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ. ഗോൾ കയറൂല, നല്ല അറ്റാക്ക്. ഡിഫൻഡ് മാത്രമാണ് ഒരു ലാപ്സായി പോകണം. എപ്പോഴും അറ്റാക്ക് പോകുമ്പോൾ ഡിഫൻസ് എപ്പോൾ ലാപ്സാണ്. ആ ഒരു കാരണം മാറ്റി സോൾവ് ആയി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. അടുത്ത് കേരളയുടെ കളി എന്ന് പറഞ്ഞാൽ അടുത്ത മാസം 7-ാം തീയതിയാണ്. അത് ബാംഗ്ലൂരാണ് നമ്മളെ എതിരാളി. നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം.